എല്ലാ വർഷവും വിദ്യാഭ്യാസ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൊച്ചിയിൽ 2 ദിവസങ്ങളിലായി നടന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 7 മികവിന്റെ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ സമാപന വേദിയിലായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രധാന പ്രഖ്യാപനം. എല്ലാ വർഷവും വിദ്യാഭ്യാസ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോൺക്ലേവിൽ ഉയർന്നുവന്ന ആശയങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് മാറ്റുന്നതിന് പോസ്റ്റ് കോൺക്ലേവ് ശില്പശാലകൾ സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ 7 മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായും മന്ത്രി ബിന്ദു വ്യക്തമാക്കി. In the coming session of the Assembly, a bill pertaining to bringing about the necessary amendments to the acts of various universities will be presented, and this will enable us to realize the suggestions like constituent colleges and college clusters. കുസാറ്റിൽ സംഘടിപ്പിച്ച ദ്വിദിന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൽ ഉയർന്നുവന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ വ്യവസായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മേധാവികളുടെ സംയുക്ത യോഗം വിളിക്കുമെന്ന് കോൺക്ലേവിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി പി രാജീവ് പറഞ്ഞു. Now the government has decided to establish campus industrial park. We got more than 18 applications through by online with the NOC of the Higher Education Department. Then the students can work there. She or he will get wages per hour from this institution. 2000-ഓളം പ്രതിനിധികൾ പങ്കെടുത്ത കോൺക്ലേവിൽ ഗവേഷണ മികവ് വളർത്തൽ, അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നവീന മാർഗങ്ങൾ ആവിഷ്കരിക്കൽ, ആഗോള ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി മാറുന്നതിന് സംസ്ഥാന തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ തുടങ്ങിയവ ചർച്ച ചെയ്തു. കൈരളി ന്യൂസ്, കൊച്ചി.